അപ്പോൾ നമ്മളിതാ വെട്ടി തീരാറായിട്ടുണ്ടേ. അപ്പോഴത്തേക്കും തീയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി തീയാണേ. ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കേട്ടോ, നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളാണ് കേട്ടത്. നമ്മളിന്ന് ഡാമിൽ നിന്ന് മാറി ആറ്റിലാണ് ഇന്ന് മീൻ പിടിക്കാൻ വന്നത്. അതുകൊണ്ടോ എന്ത് മീനാണ് കേട്ടോ. ഓരോ കോരിലും വാളയും കൂരിയും പറലും എല്ലാം ഉണ്ടേ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളിതിനെ ഇവിടെ വെച്ച് തന്നെ ചുടാൻ പോകാം കേട്ടോ. അല്ല ഇത് കേട്ടോ, ഇത് നമുക്ക് ഉടക്കോരയ്ക്ക് പിടിച്ചിട്ട് കൂരിലാണ് കേട്ടോ. കൂരിലോ അല്ലെങ്കിൽ ചോരെന്നൊക്കെ പറയാറുണ്ട്. അല്ല മാല ചുമന്നിറങ്ങുണ്ടോ. പിന്നെ കല്ലാങ്കുട്ടി ഉണ്ടോ കേട്ടോ. കല്ലാങ്കുട്ടിയൊക്കെ നല്ല സൈസ് കല്ലാങ്കുട്ടി കേട്ടോ. ഇത് ചൊട്ടവാള. ഇവിടുത്തെ ആറ്റിലെ കല്ലാങ്കുട്ടിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കുമേ. നല്ല വലിപ്പമുള്ള കല്ലാങ്കുട്ടിയാണ്. ഇതുണ്ടോ കല്ലാങ്കുട്ടിയൊക്കെ സൈസ് ഉണ്ടോ. ഇതൊക്കെ നമുക്ക് വല വെച്ച് കിട്ടുകയാണേ. ഇത് ചൊട്ടവാള കേട്ടോ. ഇത് നമുക്ക് ചൂണ്ടിട്ട് കിട്ടുകയാണ് ചൊട്ടവാള. പിന്നെ ഇതുണ്ടോ മഞ്ഞവത്തേക്ക് ഉണ്ടോ. നല്ല അത്യാവശ്യം സൈസുള്ള മഞ്ഞവത്തിയാണേ. പിന്നെ മഞ്ഞവത്തേക്ക് ഇത്ര കേട്ടോ വളരത്തുള്ളൂ. ഇത് കൂടുതലൊന്നും വളരത്തില്ല. അത് പരൽമീനാണ്. ചൂണ്ടിട്ടാലും പിടിക്കും. പിന്നെ നമുക്ക് രാത്രി വല വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും കേട്ടോ. പിന്നെ ഇതുണ്ടോ, ഇത് നമ്മുടെ ആരകൻ. ഇത് കുഞ്ഞ് ആരാനാണ് കേട്ടോ. ഇത് കുഞ്ഞ ടൈപ്പ് ആരാനാണ്. വലിയ അധികം വളർന്ന സൈസ് അല്ല കേട്ടോ. ഇത് ആരാൻ തന്നെ പല സൈസുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഇവിടെ വെച്ച് തന്നെ അങ്ങ് ചുടാൻ പോകാം കേട്ടോ. ഇതവിടെ തീയൊക്കെ കൂട്ടാനുള്ള പരിപാടിയാണ് ഉണ്ടല്ലേ. ഈ വെട്ടി വരുമ്പോഴത്തേക്ക് നല്ല കനലായിക്കോളൂ. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ വെച്ച് തന്നെ അവരെ വെട്ടി ക്ലീൻ ചെയ്യാവേ. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ആദ്യമായിട്ട് തന്നെ നമ്മുടെ മുഴുത്ത മീനുകളെല്ലാം അങ്ങ് വിട്ടു കേട്ടോ. എല്ലാമുട്ടിയും വാളയും അങ്ങനെയുള്ള മുഴുത്ത മീനുകളെ ആദ്യം അങ്ങ് വിട്ടുവാണേ. പരൽമീനൊക്കെ ലാസ്റ്റ് കേട്ടോ. നമുക്ക് ഇതുപോലെ ചെതുമ്പല കളഞ്ഞിട്ട് കല്ലായിട്ട് ഉരക്കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയാകും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഈ കൂരലിനെ അങ്ങ് വിട്ടാം. പിന്നെ ഇതാ ചൊട്ടാവളയൊക്കെ തൊലി വിളിക്കാട്ടോ. എന്നിട്ട് വേണ്ടത് തൊലി വിളിച്ചിട്ട് ശരിയാകുന്നില്ല. ഇത് നമ്മൾ കല്ലായിട്ട് നല്ലതായിട്ട് ഉരച്ചെടുക്കും കേട്ടോ. ഇല്ല കറുത്ത അതങ്ങ് പോയാൽ മതിയേ. അപ്പോൾ നമ്മളിതാ വെട്ടി തീരാറായിട്ടുണ്ടേ. അപ്പോഴത്തേക്കും തീയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി തീയാണേ. ഉണ്ടാവും തീയും കൂട്ടി ഇരം ചുട്ട് തണുപ്പൊക്കെ അങ്ങ് മാറ്റി ഉഷാറാകും കേട്ടോ. എൻ്റെ കൂരിയാണ് ചില്ലാങ്കൂരി. ഒരു ടേസ്റ്റുള്ള വേണം കേട്ടോ. ആദ്യം തന്നെ അവൻ്റെ തലയും കൂട്ടിക്കളണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടുമേ. ഒരു കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. നല്ല വേദന കേട്ടോ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ബാക്കി വന്ന പരൽമീനുകളെല്ലാം പാറയിലേക്ക് വെച്ച് നമ്മൾ മൊത്തത്തിൽ അങ്ങ് തേച്ചെടുത്തു കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ അത്യാവശ്യം എല്ലാം നല്ലതായിട്ട് വെളുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ചെറിയ മീനുകളെ ക്ലീൻ ചെയ്യാനായിട്ട് ചെറിയ കത്തിയെടുക്കാം കേട്ടോ. നല്ല കാർബണിൻ്റെ കത്തി കേട്ടോ. നല്ല മൂർച്ച കേട്ടോ സാധനം. ഇവിടെ കുഞ്ഞ് ആരാനെ വെട്ടിയപ്പോഴത്തേക്ക് അതിന് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. ഇതധികം വളർന്ന ടൈപ്പില്ല. അപ്പം ഇനി നമ്മളതിനെ ഉപ്പും മുളകും തിരുമ്പി സെറ്റാക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈറ്റക്കമ്പി ഓർത്താണ് ഇവിടുന്ന്. അപ്പോൾ നമ്മളിതാ ഒരു സെറ്റ് മീനെ കോർത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഈ ചെറിയ മീനുകൾ കല്ലാമുട്ടി പറല അങ്ങനെയുള്ള ചെറിയ മീനുകളെ കോർത്ത് വെക്കും കേട്ടോ. അടുത്തായിട്ട് ഇതാ നമ്മൾ ആദ്യം വെച്ച കോരിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കേട്ടല്ലേ, ചുട്ടെടുക്കാൻ നല്ല രുചി എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. ഇത് വാള കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റ് വന്നത് കൂരലിനാണ് കേട്ടോ. കൂര് നല്ല അടിപൊളിയായിരുന്നേ. ഇതൊക്കെ ചൂടടിച്ച് തന്നെ വെന്തതുകൊണ്ട് നല്ല ഫസ്റ്റായിട്ട് വന്നേ. ചാരം ഒന്നും പറ്റിയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വാളയ്ക്ക് നല്ല നെയ്യാണ് കേട്ടോ. എണ്ണയുടെ ആവശ്യം പോലും വരില്ല. നമ്മളിതാ തീരെ ചെറിയ മീനുകളൊക്കെ അടുപ്പിട്ടാണ് കേട്ടെ. അല്ല, അതിനെ കോരിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ഈറ്റ വെച്ച് തന്നെ സെറ്റപ്പ് ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ നമ്മളിതാ മീനെല്ലാം കഴിച്ചിട്ട് അവിടെ തന്നെ കിടന്ന് ഉറങ്ങിയേ. നല്ലൊരു പാറ ഉണ്ടായിരുന്നു. ആ പാറയുടെ മുകളിലേക്ക് ഞങ്ങൾ കിടന്ന് ഉറങ്ങി കേട്ടോ. ഇല്ല, നല്ല നിലാവാണേ. ഈ ആറിൻ്റെ സൗണ്ടും ഒഴുക്കൊക്കെ കേട്ട് കിടന്നുറങ്ങാൻ തന്നെ നല്ലൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാവേ.